നിങ്ങളുടെ റൂബി മാഡം പോയോ? ഇല്ല സർ, സിഗ്നലിലൊരു ഹിറ്റ് ആൻഡ് റൺ കേസ്, അത് നോക്കാനായിട്ട് പോയതാ. ആ അത് കിടക്കട്ടെ, ഞാനേ നമ്മുടെ മനോഹരനെ ഒന്ന് കണ്ടിട്ട് വരാം. അല്ല സാറേ, അത് മാഡം പറയാതെ ലോക്കപ്പ് തുറക്കാന്ന് വെച്ചാ. എടി കൊച്ചേ, ഈ നടേശൻ സാറ് DOSP ആയിരുന്ന ആളാ. നിന്റെ റൂബി മാഡത്തിനോട് ഞാൻ പറഞ്ഞോളാം. നടേശൻ സാറ് ലോക്കപ്പ് തുറക്കാൻ പറഞ്ഞാ നീ അങ്ങ് തുറന്നാ മതി. വേറെ ഒന്നിനും അല്ല, ഈ ഭക്ഷണപോതി ഒന്ന് കൊടുക്കാനാ. എന്നെ കൊല്ലാനായി ആളെ വിട്ടവനാണെങ്കിലും ഒരു മനുഷ്യജീവിയല്ലേ, വിശന്നിരിക്കണ്ട. ചെല്ല് ചെല്ല്. മനോഹരോ, മനോഹരന് കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ട് വന്നതാണ്. അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട സാറേ, ചെയ്തിടത്തോളം ഉപകാരത്തിന് നന്ദിയുണ്ട്. ഓ, അതിന് ഞാൻ ഉപകാരം ചെയ്ത് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. മനോഹര, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് അമ്മ ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ മകളാ. അവളുടെ ഒരാഗ്രഹവും ഞാൻ സാധിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വളരെ രമ്യതയിൽ പറയുകയാണ്, മനോഹരൻ തന്നെ സിദ്ധാർത്ഥനും എൻ്റെ മകൾ ചന്ദ്രലേഖയും തമ്മിലുള്ള കല്യാണത്തിന് മുന്നിൽ നിൽക്കണം, അവളെ അനുഗ്രഹിക്കണം. ദേവിക കൂടി പറഞ്ഞാൽ സിദ്ധാർത്ഥൻ ചന്ദ്രലേഖയെ കല്യാണം കഴിക്കും. മനോഹരൻ അത് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറയത്തില്ല സാറേ, സിദ്ധു എനിക്കെൻ്റെ മോനെ പോലെയാണ്, ദേവിക എൻ്റെ സ്വന്തം മോളാ. അവരൊന്നിച്ച് ജീവിക്കുന്ന കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കാണാൻ മനോഹരൻ ഈ ഭൂമിയിൽ ഉണ്ടാകൂ. ഞാൻ സ്വർഗത്തിരുന്നത് കണ്ടോളാം സാറേ. അപ്പോ കാര്യങ്ങൾ ഒരു നടക്ക് തീരത്തില്ല, ഇരുട്ട് വെളുപ്പിക്കും അല്ലേ? അതെ. ശരി, മര്യാദയ്ക്കായിരുന്നെങ്കിലേ നാളെ ഞാൻ കേസ് പിൻവലിച്ചു. ഇനിയിപ്പോ കോടതി തീരുമാനിക്കട്ടെ. അപ്പോ ഈ ഭക്ഷണപ്പൊതി ഞാൻ എന്ത് ചെയ്യണം? സാറ് തന്നെ കഴിച്ചാൽ മതി. പോകുന്ന വഴിക്ക് സാറ് ഈ ഭക്ഷണപ്പൊതി തെരുവുനായ്ക്കൾക്കൊന്നും കൊടുത്തേക്കരുത്. വേറൊന്നും കൊണ്ടല്ല, അവറ്റകൾക്കും മിനിമം അന്തസ്സുണ്ട്. ദൈവങ്ങളെ, രാവിലെ അച്ഛനെ കോടതിയിൽ ഹാജരാക്കുമ്പോ ജാമ്യം കിട്ടണേ. എന്റെ ആറ്റുകലമ്മേ, ഞങ്ങളെ കൈവിടല്ലേ. ദൈവമേ, ഞങ്ങളെ കൈവിടല്ലേ. എന്നതാടി നിന്ന് പെറുപെറുക്കുന്നത്? പാവം പിടിച്ച മനോഹരന് ജാമ്യം കിട്ടരുതെന്നാണോ? ജാമ്യം കിട്ടാൻ വേണ്ടി എന്റെ ദൈവങ്ങളെന്നെ ചതിക്കില്ല. പിന്നെ ദൈവങ്ങളെല്ലാം നിന്റെ അച്ഛന്റെ കുടുംബക്കാരാണല്ലോ. എന്തിനാ മുത്തശ്ശി മരിച്ചുപോയ എന്റെ അച്ഛനെ പറയുന്നേ? എങ്ങനെ പറയാതിരിക്കും? നിന്നെ പോലെ ആസുരവിത്തിന്റെ തന്തയല്ലേ. എടി, ആത്മാവിന് പോലും ഗതി കെട്ടി കാണത്തില്ല.
എന്താ അമ്മ ഇവിടെ? നിന്റെ മരുമോളെ ദൈവത്തെ മണിയടിക്കുന്നത് കണ്ടു വന്നതാ. ദൈവങ്ങളെല്ലാം അവളുടെ സ്വന്തക്കാരാണെന്നുള്ള ഒരു അഹങ്കാര വർത്തമാനം. എന്ന് വെച്ചാ നമ്മളൊക്കെ ചെകുത്താനെ സേവിക്കുന്നവരെന്നല്ലേ? എന്തിനാ മുത്തശ്ശി വെറുതെ എഴുതാപ്പുറം വായിക്കുന്നേ? എടി ഞാനേ ചിലപ്പോ എഴുതിയ പുറവും വായിക്കും, എഴുതാത്ത പുറവും വായിക്കും. നീ ആരടി എന്നോട് ചോദിക്കാൻ? അമ്മ വെറുതെ വഴക്കിന് നിൽക്കണ്ട. ദൈവത്തിന് പോലും വേണ്ടാത്തവരാ നമ്മള്. കലിയുഗമല്ലേ, ദൈവം ആർക്കൊപ്പം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. തിന്മ ജയിക്കുമെന്നാ ഇക്കാലത്ത്. ഞാൻ അത്രയ്ക്ക് നീച മനസ്സുള്ള ആളാ അല്ലമ്മേ? എന്ന് ഞാൻ പറഞ്ഞില്ല. എഴുതാപ്പുറങ്ങൾ ഞാൻ വായിക്കാറില്ല. പക്ഷെ എഴുതി കാണിക്കുന്നത് നന്നായിട്ട് മനസ്സിലാവും. സാരില്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. അവിടുന്ന് കോടതിയിലേക്കും പോവും. അച്ഛനെയും കൊണ്ട് ഞാൻ തിരികെ വരും. രാവിലെ അച്ഛനെ കോടതി ഹാജരാക്കും. കൊലക്കുറ്റമൊന്നും അല്ലല്ലോ. അച്ഛന് ജാമ്യം കിട്ടും. അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചു വരും. ഒരു രാത്രി നമ്മുടെ അച്ഛന് പോലീസ് ലോക്കപ്പിൽ കഴിയേണ്ടി വന്നു. അത് നമുക്ക് സഹിച്ചല്ലേ പറ്റൂ. പക്ഷെ തിരിച്ചു കൊടുക്കാനുള്ള കണക്കുകളുടെയൊക്കെ കൂട്ടത്തില് ഏട്ടത്തി അതും ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നതാടി ദേവികെ പാഴ്ത്തടിയോട് ഒരു സംസാരം? നിത്യാണ് നീ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതിനുള്ള മറുപടി ഉടൻ തന്നെ നിത്യ നിന്നോട് പറഞ്ഞോളൂ. ഓ കേട്ടോളാവേ. അല്ല രാവിലെ എങ്ങോട്ടാ ചമഞ്ഞൊരുങ്ങി? നിന്റെ ചേട്ടന്റെ ചിതാഭസ്മേ ആമ ഇഴഞ്ചാൻ തോട്ടില് നിമഞ്ജനം ചെയ്യാൻ. നീ പോടാ. ഞാൻ എന്റെ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി പോവാ. അത് കിട്ടത്തില്ലെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ നീയാണല്ലോ ചീഫ് ജസ്റ്റിസിന്റെ തലതൊട്ടപ്പൻ. ഞാനും വരുന്നുണ്ട് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിന്? മനോഹരന്റെ യാത്രയയപ്പ് ചടങ്ങ് കാണാൻ. ജയിലിലോട്ടുള്ള യാത്രയയപ്പേ.